കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഇന്നത്തെ നമ്മുടെ ചതുർബാഹുവായ ആ നാരായണ വിഗ്രഹത്തിൽ ഇന്ന് ആരായിട്ടാണ് കളഭത്തിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊക്കെ നോക്കാനായിട്ട് നമുക്ക് പോകാം. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ഗണപതി അമ്പലത്തിൽ പോയിട്ട് വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുക. വിഘ്നക്കളും ഒക്കെ അകറ്റിയിട്ട് നേരെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വരാം. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ അവിടേക്ക് വരുമ്പോൾ ഗോപുരവാതിൽ കഴിഞ്ഞ് നമുക്ക് നേരെ വാതിൽപ്പടിയുടെ അവിടെ എത്തി വാതിൽപ്പടി കയറുകയാണ്. കയറുമ്പോൾ എന്താ വെച്ചാലേ തിരക്കുണ്ട്, എന്നാൽ വലിയ തിരക്കില്ല എന്നാണ് പറയുക. കാരണം എന്താ വെച്ചാൽ ഇന്ന് സ്പെഷ്യൽ ദർശനത്തിൻ്റെ 1000 രൂപയുടെ ക്യൂ ഇത് മാത്രമേ ഉള്ളൂ, നെയ്വിളക്ക് ക്യൂ മാത്രമേ ഉള്ളൂ. ബാക്കി സ്റ്റാഫ് ലൈനും ടോക്കനും ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് അവധി ദിവസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തിരക്ക് കുറവുണ്ട്. ജനറൽ ക്യൂ നേരെ കൊടിമരം വഴി വിടുകയാണ്. അപ്പോൾ അതിന് ശയനപ്രദക്ഷിണം അതേപോലെ അടി പ്രദക്ഷിണമൊക്കെ ഭാഗികമായിട്ടൊക്കെയാണ് തടസ്സപ്പെടുന്നുണ്ട്. എന്നാലും ബാക്കി കാര്യങ്ങൾക്കൊന്നും വലിയ കുഴപ്പമില്ല. പറയുമ്പോൾ വ്യാഴാഴ്ചയാണ്. എന്തായാലും നമ്മൾ ഗുരുവായൂരപ്പൻ്റെ നടയിലെത്തി. ഇനി നേരെ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ആ പടിയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ തന്നെ ശ്രീലകത്തെ ആ നെയ്വിളക്കിൻ്റെ ശോഭ അങ്ങനെ കാണുകയാണ്. അപ്പോൾ നമ്മൾ ഇടത് വശത്തേക്കും തിരിഞ്ഞിട്ട് ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കുക. അതുപോലെ ആ തൂണൊന്ന് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് നോക്കി തൊഴുക. അങ്ങനെ ആ സൈഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ കാൽപാദങ്ങൾ നോക്കുമ്പോൾ കാൽപാദങ്ങൾ ഇങ്ങനെ താഴെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ 2 കാൽ ചിലകങ്കുകളൊക്കെ ഇങ്ങനെ അണിഞ്ഞ് നല്ല പൊന്നുണ്ണിക്കണ്ണനായിട്ട് ഇങ്ങനെ നോക്കി വരുമ്പോൾ നല്ല പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് പിന്നെ ഒരു ഊഞ്ഞാൽ കാണുന്നു. ഇന്ന് ഊഞ്ഞാൽ കണ്ണനാണ് കേട്ടോ, ഊഞ്ഞാലാടുകയാണ് നമ്മുടെ കണ്ണൻ. 2 കൈ കൊണ്ടും ആ ഊഞ്ഞാലിൻ്റെ വള്ളിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. കളഭം കൊണ്ട് തന്നെയാണ് ഊഞ്ഞാലും ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഊഞ്ഞാലുമ്മിലിങ്ങനെ പിടിച്ച് ഭക്തരെ നോക്കിയിട്ട് ഇങ്ങനെ ഊഞ്ഞാലാടുകയാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ. ആ ചതുർബാഹുവായ വിഗ്രഹത്തിലെ ഇന്നത്തെ കളഭം കൊണ്ടുള്ള അലങ്കാരം ഊഞ്ഞാൽ കണ്ണനാണ്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അങ്ങനെ നോക്കുമ്പോൾ മാറത്തൊരു പൊന്നിൻ്റെ ഗോപി തിലകം വെച്ചിട്ടുണ്ട്. അതുപോലെ നെറ്റിയിലുണ്ടൊരു ഗോപി തിലകം. പിന്നെ ചെവിപ്പൂക്കളുണ്ട്, കൈവളകൾ കാണാനുണ്ട്, തോൾവളകളുണ്ട്. പിന്നെ നന്നായിട്ടുള്ള ആ ഒരു ഉണ്ടമാല ഉണ്ട്. തെച്ചിയും തുളസിയും ഒരു റോസിൻ്റെ പോലത്തെ പൂവൊക്കെ ആയിട്ടുള്ള ഉണ്ടമാല ഉണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒരു ഉണ്ടമാലയുണ്ട്, വെളുത്ത പൂവുണ്ട്. പിന്നെ അതേപോലെ തിരുമുടി മാല ഉണ്ട്. തിരുമുടി മാലയും 2 എണ്ണം ഉണ്ട്. ആ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, പീലി കാണാനുണ്ട് കളഭം കൊണ്ട് തന്നെ. അങ്ങനെ നോക്കി വരുമ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ നിദാനമായിട്ട് 2, 3 തുളസി മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല രസമായിട്ടാണ്. കാരണം ആ പൊന്നിൻ്റെ ഗോപിയുടെ തിലകത്തിൻ്റെ ആ ഒരു നെയ്വിളക്കിൻ്റെ ശോഭയിൽ അതിങ്ങനെ പ്രതിഫലിക്കുകയാണ്. പുറത്തേക്ക് ഭക്തരിലേക്ക് അതിൻ്റെ ആ ഒരു സ്ഫുല്ലിംഗങ്ങൾ എത്തുന്നു എന്ന് പറയുന്ന പോലെ. കാരണം ഗുരുവായൂരപ്പൻ്റെ ആ അനുഗ്രഹം നമ്മിലേക്ക് എത്തുന്ന പോലെയാണ്, ആ പ്രകാശം നമ്മിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി. അപ്പോൾ അങ്ങനെ ആ ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുക. എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ്. നമ്മൾ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഗുരുവായൂരപ്പനെ ഇന്നത്തെ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ട് തൊഴുകയാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ നമ്മളെ മനസ്സ് ഇവിടെ എത്തി. ബാക്കി ശരീരം എവിടെ ആയിക്കോട്ടെ, മനസ്സ് എത്തിയാൽ മതിയെന്ന്. അങ്ങനെ കണ്ട് തൊഴുക. അത് കഴിഞ്ഞ് എല്ലാം പ്രാർത്ഥിച്ച് നാരായണ നാരായണ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നേരെ ഇറങ്ങുക. അങ്ങനെ തിടപ്പള്ളിയിലേക്ക് നോക്കാം. അവിടെ ഗണപതി ഹോമം നടത്തുന്ന സ്ഥലവും ഭഗവാന്റെ നേദ്യം തയ്യാറാക്കുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ട് അവിടെ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥലമാണ്. ഒന്ന് നോക്കി തൊഴുത്
അങ്ങനെ അഗ്നികോണിലേക്കൊക്കെ നോക്കിയിട്ട് സപ്തമാതാക്കളുടെ അവിടെയൊക്കെ നോക്കി അങ്ങനെ തൊഴുത് പോന്ന് വിഘ്നേശ്വരൻ്റെ അടുത്ത് വരിക. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോഴെന്താ സ്ഥിതി? വിഘ്നേശ്വരൻ വെളുത്ത, അതായത് ആ കോടിമുണ്ട് പോലത്തെ പാവുമുണ്ട് പോലത്തെ മുണ്ടൊക്കെയാണ്. അതൊക്കെ ഇങ്ങനെ ഞൊറിഞ്ഞ് കൊടുത്ത് ഉണ്ട്. പിന്നെ അതേമാതിരി വലിയ ചന്ദനമൊന്നും ചാർത്തിയിട്ടില്ല, പകരം ആ സ്വർണത്തിൻ്റെ ആ പൊട്ടുകൾ ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ ധാരാളം ചുവന്ന പൂക്കളൊക്കെ ഒന്ന് അർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പുഷ്പാഞ്ജലി പ്രസാദമൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ കാണാനുണ്ട്. അങ്ങനെ വിഘ്നേശ്വരൻ വളരെ പ്രസന്നവാനായിട്ടാണ് ഭക്തരെ അനുഗ്രഹിക്കാനിരിക്കുന്നത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ട് തൊഴുത് അങ്ങനെ അപ്പുറത്തേക്ക് തിരിഞ്ഞാൽ സരസ്വതി ദേവീനെ കാണാം. ആ ഫോട്ടോ കണ്ട്, ഫോട്ടോൻ്റെ മുകളിലൊരു സൈഡിലെ കുറച്ച് മാല ഒക്കെ ഇങ്ങനെ ശോഷിച്ചെണ്ണു. ബാക്കിയുള്ള മാലയുണ്ട്, തുളസി മാലയാണ്. കിടാവിളക്ക് കത്തുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് തൊഴുത് ഇങ്ങനെ ആ വിഘ്നേശ്വരനെയൊക്കെ കണ്ട് തൊഴുത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തൊഴുത് വരിക. അങ്ങനെ വന്ന് നേരെ ആ മേൽശാന്തിൽ അവിടുന്ന് പ്രസാദം, കളഭമൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ നമ്മളൊന്നിങ്ങോട്ട് വരുമ്പോൾ അനന്തശായിയായ അനന്തപത്മനാഭസ്വാമീനെ കാണാം. അവിടെ നിന്ന് ധാരാളം പൂക്കളുണ്ട്. അതും കനകാംബരപ്പൂവും തെച്ചിപ്പൂവും തുളസിപ്പൂവും ചേർന്നിട്ടുള്ള ബ്രഹ്മാവിനും അങ്ങനെ ഉണ്ട്. പിന്നെ ഒരു മാലയും കൂടി ആ ലക്ഷ്മി ദേവിക്കും അതേമാതിരി ഇട്ടിട്ടുണ്ട്. ബാക്കി നിറയെ മുല്ലമുട്ടുമാലയുണ്ട്, തുളസിമാലയൊക്കെ ഇട്ടിട്ട് നല്ല അലങ്കരിച്ചിട്ടുള്ള ആ അനന്തപത്മനാഭസ്വാമിയുടെ വിഗ്രഹമാണ് കാണുന്നത്. അപ്പോൾ അവിടെ തൊഴുക. അതിനുശേഷം തിരിച്ച് ഗോപുരത്തിൻ്റെ അവിടേക്ക് നോക്കിയിട്ട് പുറകുവശത്തായിട്ട്, ശ്രീകോവിലിന് പുറകുവശത്തായിട്ട് തൊഴാം. അവിടെ സാഷ്ടാംഗം നമസ്കരിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് വീണ്ടും ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കൊത്തിയ തൂണുകളൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണൻ്റെ അടുത്തേക്ക് വീണ്ടും വരാം. അവിടെ വരുമ്പോൾ കൃഷ്ണന് മാല, തുളസി മാല കെട്ടിട്ടുണ്ട്. അതേമാതിരി മുരുകൻ്റെ അവിടെ നോക്കിയാൽ ഭസ്മം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് തീരെ കുങ്കുമമില്ല, മാലയില്ല കേട്ടോ. കുങ്കുമം ആൾക്കാർ തപ്പി തപ്പി നോക്കുമ്പോഴും കിട്ടുന്നില്ല, അത്രയ്ക്കും ഇല്ല. അവിടെയൊക്കെ തൊഴുത് നേരെ രാധാകൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ കണ്ട് നേരെ ഓവിൻ്റെ അവിടേക്ക് വരിക. ഓവിൻ്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അകത്തേക്ക് കയറിയിട്ട് ഗ്രില്ലിനകത്തേക്ക് കയറിയ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കാണാം. അങ്ങനെ കണ്ട് തൊഴുത് മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് നേരെ നൃത്താറയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നു. അപ്പോൾ അത് കണ്ട് കൺകുളിർക്കെ കാണുക, മനസ്സ് നിറയുക. എന്നിട്ട് അങ്ങനെ പോരുമ്പോൾ വടക്കേ നടയിൽ അവിടെ എത്തുമ്പോൾ കുറൂരമ്മേനെ കണ്ട് തൊഴുത് നേരെ കുറൂരമ്മയുടെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വടക്കേ നടയിലൂടെ പുറത്തേക്ക് കിടക്കാം. പ്രസാദ കൗണ്ടർ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് നേരെ പോരാം. അങ്ങനെ എടത്തരികത്തുകാവിൽ അമ്മയുടെ അടുത്തേക്ക് പോവാം. അവിടെ പോയിട്ട് എടത്തരികത്തുകാവിൽ അമ്മേനെ കണ്ടു തൊഴാം. അവിടെ ഗോളക നിറച്ചിങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. നല്ല നിറയെ അലങ്കാരമായിട്ടാണ്. അവിടെയും നല്ല പട്ടൊക്കെ തന്നെയാണ് ചുറ്റിയിട്ടുണ്ട്. നിറയെ പൂക്കളാൽ അർപ്പിച്ചിട്ടുണ്ട്. മൊത്തത്തിലാകെ അങ്ങോട്ട് അമ്മ വളരെ സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അമ്മയെ കണ്ടു തൊഴാം. താലപ്പൊലി അടുത്ത് ഇരിക്കുന്ന വരുംതോറും എന്താ പറയുക, പിറന്നാളടുത്ത് വരുംതോറും എന്നൊക്കെ പറഞ്ഞ മാതിരി നല്ല സൗന്ദര്യം കൂടും അമ്മയ്ക്ക്. അപ്പോൾ കണ്ടു തൊഴാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ കണ്ട് തൊഴുത് മമ്മിയൂരപ്പനെ ഒന്ന് നോക്കി തൊഴാം. നമശിവായ നമശിവായ എന്നുള്ള ആ പഞ്ചാക്ഷരി ജപിക്കുക. മമ്മിയൂരപ്പനെയും കണ്ട് തൊഴാം. അത് കഴിഞ്ഞാൽ നേരെ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കി തൊഴുത് നേരെ ഇങ്ങനെ പോവാം. കൊടിമരം വഴി വിടുന്ന കാരണം നമുക്കൊരു സൈഡിൻ്റെ അധികനെ വരാൻ പറ്റും. അങ്ങനെ തൊഴുത് വരാ. കൊടിമരത്തിൻ്റെ അവിടെ എത്തുമ്പോൾ വീണ്ടും ആ ഗോപുരത്തിലേക്ക് നോക്കിയിട്ട് ഇവിടേക്ക് ശ്രീലകത്തേക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ കാണാം. കണ്ട് തൊഴുക. അങ്ങനെ നേരെ അങ്ങോട്ട് പോരുമ്പോൾ
കൂത്തമ്പലത്തിലേക്ക് നോക്കാം, അവിടെ തൊഴാം. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരാം. അയ്യപ്പസ്വാമിയുടെ അവിടെ ഇതേമാതിരി വെളുത്ത കോടിമുണ്ടൊക്കെ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണെന്ന് അയ്യപ്പസ്വാമി ഇരിക്കുന്നത്. കിരീടമൊക്കെ വെച്ച് വളരെ മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമായിട്ട് പടിഞ്ഞാറ നടയിലേക്ക് വരാം. പടിഞ്ഞാറ നട അവിടെ എത്തുമ്പോൾ ദീപസ്തംഭത്തിലേക്ക് നോക്കുക. അപ്പോൾ ആ വേണുഗോപാല സ്വരൂപം കാണാം. അതുപോലെ കൊടിമരത്തിലേക്ക് നോക്കിയാൽ അവിടെയും വേണുഗോപാലൻ കാണാം. പിന്നെ കണ്ട് തൊഴുക. അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജ കണ്ട് തൊഴുതു എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.